പഴയ 2 ഫ്രണ്ട്സിൻ്റെ കൂടെയാണ്. പഴയ ഫ്രണ്ട്സ് എന്ന് പറയുന്നത് പ്രീ കാലം മുതലേ ഉള്ള ഫ്രണ്ട്സ്. പക്ഷേ ഞങ്ങൾ ഇപ്പോഴാണ് പിന്നെ 10-20 വർഷം കഴിഞ്ഞിട്ട് കാണുന്നത്. സോ ഈ ഫ്രണ്ട്ഷിപ്പിനെ പറ്റി തന്നെ പറയണമെന്ന് ഞാൻ വിചാരിക്കുകയാണ് കേട്ടോ. കാരണം എന്താണെന്ന് പറയുമോ, നമുക്ക് എപ്പോഴും നമ്മളെവിടെയാണ് വിട്ടത് അവിടെ നിന്ന് നമ്മൾ തുടങ്ങുന്നത് അല്ലേ? ചില ഫ്രണ്ട്സ് അങ്ങനെയല്ലേ? അപ്പോൾ ഞാൻ ജയയുടെ വീട്ടിലാണ്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഞാൻ ഇവിടുന്ന് തന്നെ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയാം എന്ന് വിചാരിച്ചു. ഇവിടെ നിൽക്കുക, നല്ല വെളിച്ചമുള്ള ഇവിടെ നോക്കണം കേട്ടോ. ഇവിടെ ജയലക്ഷ്മി എന്ന് പറഞ്ഞ എൻ്റെ ഒരു കൂട്ടുകാരിയാണ്. പുള്ളിക്കാരി കണ്ണിൻ്റെ ഡോക്ടറാണ്. പിന്നെ രശ്മി വന്നിട്ട് ബിസിനസ് ചെയ്യുന്നു. അങ്ങനെ 2 പേരും ഉണ്ട് അവിടെ. അവരവിടെ ചെയ്തുകൊണ്ടിരിക്കുക. ഞാനപ്പോൾ ചെറിയൊരു റീലിടാമെന്ന് വിചാരിച്ചു. വെറുതെ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയണ്ടേ. ഞാനിന്ന് പറയാൻ വന്നതേ, ഈ റീൽസ് ഞാനിട്ടത് ഇത് എന്താ പറയുക, എയർലൈൻസിൻ്റെ സെക്യൂരിറ്റിയെ പറ്റി ഞാനൊരു റീലിട്ടിരുന്നു കേട്ടോ. മുടി കണ്ടായിരിക്കുന്നത്, സോറി കേട്ടോ ഇങ്ങനെ ഇരിക്കുന്നതിൽ. കാരണം വലിയ ഭംഗിയിലൊന്നും വന്നില്ല ഇവിടെ. കാരണം ഫ്രണ്ട്സ് പണ്ടത്തെ അല്ലേ. ഇതിപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ഐ ക്യാൻ ബി ലൈക്ക് ദിസ്, ഐ ക്യാൻ ജസ്റ്റ് ഷോ മൈസെൽഫ്. കാരണം അത്ര ഡിയർ ഫ്രണ്ട്സാണ് അവർ. അപ്പോൾ ഇങ്ങനെയൊന്നും വന്നൊന്നും വെച്ചാൽ കുഴപ്പമില്ല. ജസ്റ്റ് ഒന്ന് ഒരു ഇച്ചിരി അലങ്കാരമായിട്ട് ഇത് ഇട്ടുമെന്ന് മാത്രം. അപ്പോൾ പറഞ്ഞു വന്നത്, ഈ എയർലൈൻസ് കയറുമ്പോഴേ സേഫ്റ്റി മെഷേഴ്സ് അഡ്ഹിയർ ചെയ്യേണ്ട കാര്യങ്ങളെ പറ്റി നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇതിനകത്ത് ചെക്ക്-ഇൻ ലഗേജിൽ ഇന്ന സാധനങ്ങളുണ്ടോ? ഇപ്പോൾ തേങ്ങയൊന്നും കൊണ്ടുപോകാൻ പാടില്ല കേട്ടോ. എല്ലാവർക്കും അറിയായിരിക്കും. ഒരാൾ ബാറ്ററി ഇട്ടിട്ടുള്ള റേഡിയോ കൊണ്ടുപോകുന്നു. എന്നിട്ട് അപ്പോൾ ഒരുത്തൻ ചോദിക്കുന്നുണ്ട്, എടാ നീ പറഞ്ഞോ അവിടെ പറഞ്ഞിരുന്നോ കാര്യം പറഞ്ഞിരുന്നോ അവരോട് ഇത് അതിനകത്ത് ബാറ്ററി ഉള്ള സാധനം ഉണ്ടെന്ന് ചോദിക്കുന്നുണ്ടല്ലോ അവർ. സോ യു ഹാവ് ടു ടേക്ക് ഇറ്റ് ഔട്ട്. അത് പറഞ്ഞോ? ഓ അതൊക്കെ ആരറിയാനാന്ന് പറഞ്ഞു കളഞ്ഞവർ. ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്തൊരു സേഫ്റ്റി ഇതാണെന്ന് നോക്കൂ. നമ്മൾ അവിടെ ചെന്ന് നമ്മൾ ഇരുന്ന് ബെൽറ്റൊക്കെ ഇട്ടിരിക്കുമ്പോഴായിരിക്കും വിളിക്കുന്നത്, മിസ്റ്റർ സുവാൻസോ ഒന്ന് വരൂ എന്ന് പറഞ്ഞ് വിളിക്കും. എന്തിനാന്ന് വെച്ചാൽ അവർ ആ ബെൽറ്റിൽ കൂടെ കടന്ന് വരുമ്പോൾ അവർ കണ്ടിട്ടുണ്ടാവും ബാറ്ററിയുള്ള സാധനമാണെന്നുണ്ടെങ്കിൽ അവർ പറയും അത് പുറത്തേക്ക് എടുക്കുന്നു. അപ്പോൾ എത്ര സമയമാണ് നഷ്ടമാവുക. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത് കേട്ടോ, ആരെങ്കിലും ചെയ്യുന്നുണ്ടെന്ന്. പെട്ടെന്ന് ഒരാൾ എനിക്കങ്ങനെ പറഞ്ഞു, ഞാൻ അറിഞ്ഞതുകൊണ്ട് ഞാൻ പറയുകയാണ്. സോ ബി കെയർഫുൾ. നമ്മൾ മറ്റുള്ളവരുടെ സേഫ്റ്റിയെ പറ്റിയും ആലോചിക്കണം, നമ്മുടെ ടൈമിനെ പറ്റിയും ആലോചിക്കണം അല്ലേ? ഇത് മനസ്സിൽ വിചാരിച്ചോളൂ കേട്ടോ. ഇവിടെ നല്ലൊരു കുഞ്ഞ് ഗാർഡനൊക്കെ ആക്കി വെച്ചിരിക്കണം കണ്ടോ ഇവർ. എന്ത് രസമാണെന്ന് നോക്കൂ. വീട്ടിൻ്റെ അകത്ത് തന്നെ ഗാർഡനും കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് വെച്ചിരിക്കുകയാണ് ഇങ്ങനെ മുകളിലോട്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ വർത്തമാനം പറഞ്ഞിട്ട് തീരുന്നില്ല. അപ്പോൾ ഞാൻ വെച്ചാൽ കുഞ്ഞൊരു റീൽ ഇടണമല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് ഇടുകയാണ്. കുറച്ചിൻ്റെ അൽഗരിതം പോകരുതല്ലോ, എല്ലാ ദിവസവും കുറച്ചെങ്കിലും സമ്മതിക്കണ്ടേ, അതുകൊണ്ടാണ്. അപ്പോൾ ഈ സേഫ്റ്റി മെഷേഴ്സ് എന്ന് പറയുന്നത് അഡ്ഹിയർ ചെയ്യേണ്ടത് തന്നെയാണ്. പൈലറ്റ്സിനൊക്കെ അതൊരു റിസ്ക് അല്ലേ? നമ്മുടെ ഇത്രയും ആളുകളുടെ ഒരു റിസ്ക് അല്ലേ ആ ഒരു ഇതെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. ഇനിയും കുറച്ച് നേരം കഴിയുമ്പോൾ ഒരു ക്ലിപ്പും കൂടെ എടുത്തിട്ട് ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടിടാം കേട്ടോ.